റാപ്പ് ആക്ച്വലി what's on what's dup still I'm gonna dip it and toss my hold me baby just hold my hand forever and ever every time I want to see you my girl. ഇതാണ് എൻ്റെ ഒരു ബേസിക്. ആക്ച്വലി ഞാൻ ആ സമയത്ത് അപ്പാച്ചി ഇന്ത്യൻ്റെ ഭയങ്കര ഒരു ഫാനായിരുന്നു. അപ്പാച്ചി ഇന്ത്യൻ ആണ് എനിക്ക് എല്ലാ ഇന്റർവ്യൂവിലും ചേട്ടൻ പറഞ്ഞു. അത് ഈ ഡബ് സ്റ്റൈലിലോട്ട് വരുന്ന അതാണ്. അപ്പൊ ആക്ച്വലി പുള്ളിയുടെ പാട്ടുകളിലൊക്കെ ഈ സ്റ്റൈല് പുള്ളി ഡിഫൈൻ ചെയ്യും. പുള്ളി പാടുന്നതിന് ഇൻട്രോയിൽ എപ്പോഴും പുള്ളി എബൌട്ട് ദി സോങ് ഇങ്ങനെ വിവരിക്കും. അതെനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ അദ്ദേഹത്തിന്റെ ഫാൻ ക്ലബിലൊക്കെ ഉണ്ടായിരുന്നു. ആ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നല്ലേ പരിപാടി? ഉറക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ മറ്റേ നൊക്ടേണൽ ആയിട്ടൊക്കെ ഇരുന്നായിരുന്നു. സാബ് പറയുന്നത് കേട്ട്. പക്ഷെ നമ്മളിപ്പോ വിചാരിക്കും ചേട്ടൻ അതുപോലെ ഇപ്പോഴും രാത്രിയൊക്കെ 2 മണിക്കും 3 മണിക്കും ഒക്കെ ഇരുന്ന് കമ്പോസ് ചെയ്യുമെന്ന്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. ഇപ്പൊ ചേട്ടൻ 8 മണിയാവുമ്പോ കിടന്നു. ചേട്ടാ ദിവസം തുടങ്ങുന്നത് എപ്പോഴാന്ന് പറയാം. എന്റെ കൂട്ടുകാരെല്ലാം ഉച്ചയ്ക്കാണ് എണീക്കുന്നത്. അത് കാരണം ഞാൻ അവന്മാർക്ക് എപ്പോഴും രാവിലെ മെസ്സേജ് ചെയ്യും, എണീക്കോ മടിയന്മാരെ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. കാര്യം അവിടെ ഞങ്ങളുടെ എന്താണ് അവിടുത്തെ ഡയറക്ടേഴ്സും എല്ലാവർക്കും രാവിലെയാണ് അവർക്ക് സൗകര്യം. അത് കാരണം ട്യൂൺസ് കൊടുക്കാൻ രാവിലെയാണ് നല്ലതല്ല. പ്രത്യേകിച്ച് അതിൽ ഗുണമൊന്നുമില്ല. രാവിലെ അങ്ങ് ചെയ്ത് തീർത്താൽ ഗുണം. അതുകൊണ്ട് 8 മണിക്ക് ഉറങ്ങുന്ന ആൾ എത്ര മണിക്ക് എഴുന്നേക്കുന്നത്? രാവിലെ എണീക്കാൻ ശ്രമിക്കാറുണ്ട്. 4:30 5 മണി. 5 മണിക്ക് എഴുന്നേറ്റ് 8 മണിക്ക് ദിവസം തീരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ചോദിക്കാനോ സംശയങ്ങളൊക്കെ ഉള്ളപ്പോ ഇനി ഇത് പ്രൊമോ ഒക്കെ ഇട്ടിട്ട് ട്രോൾ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്തത്. ശരി, അത് മാത്രമാണ് എന്റെ ഉദ്ദേശം. ചേട്ടാ ഇനി തമാശകൾക്കപ്പുറത്തേക്ക് ആ ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ പിന്നീട് കുറച്ചധികം കാലം ഈ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് എല്ലാവരെയും ഒക്കെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ ഇപ്പോഴല്ല, കൊറോണയ്ക്ക് മുമ്പ്. അത്രേ ഉള്ളൂ. കൊറോണ കഴിഞ്ഞ് നമ്മളെല്ലാരും നല്ല പാഠങ്ങൾ പഠിച്ചു. തീർച്ചയായിട്ടും കൊറോണ ആ ഒരു ഇതെന്ന് വെച്ചാല് ക്വസ്റ്റ്യൻ കഴിയട്ടെ, ഒരുമിച്ചൊക്കെ പറയാം. അല്ല അതുകൊണ്ട് ഞാൻ പലയിടത്ത് കേട്ടു ചേട്ടന് ഒരുപാട് ബോഡി ഷേമിങ്ങിന് വിധേയരായി, ഒരുപാട് ഹേർട്ട് മലയാളികളിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. ആ ഒരു സമയമൊക്കെ ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നമ്മൾ പബ്ലിക്കായിട്ടുള്ള സംഭവങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഒന്നിലും നമ്മളിതിന് ഇത് വായിക്കായിരിക്കും. അപ്പം നമ്മുടെ പാട്ടുകൾ ഇപ്പോൾ എല്ലാവരും നമ്മുടെ പാട്ട് ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവരും നമ്മുടെ മ്യൂസിക് ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. എല്ലാവരും നമ്മളെ കാലോട്ട് വിടണം, റെസ്പെക്ട് ചെയ്യണം. മ്യൂസീഷ്യനാണ്, അതാണ് നമ്മൾ പാടാൻ വരുന്നവരിത് ചെയ്യണം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലും നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഞാനൊരു കാര്യം ഇടയ്ക്ക് പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട കമന്റ് എന്താണെന്നറിയോ ചേട്ടനെ കുറിച്ച്? ഇങ്ങേരുണ്ടാക്കിയ ഒരു ഓളം ഒന്നും വേറെ ഒരാളും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. ഇത്രമാത്രം പോസിറ്റിവിറ്റിയാണ് ചേട്ടൻ ഇന്റർവ്യൂസിനൊക്കെ അടിയിലും അല്ലെങ്കിൽ ചേട്ടൻ ഇടുന്ന പോസ്റ്റുകൾക്കിടയിലും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചത് അതാണ്. അത് ഈ എനിക്ക് തന്നെ ഒത്തിരി എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ആ ഇഷ്ടപ്പെട്ട പാട്ടെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആലോചിക്കും, നമുക്കൊരു പാട്ട് ഇഷ്ടപ്പെട്ടാൽ ആ പാട്ട് ഇഷ്ടങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് അത് മാറ്റാൻ പറ്റില്ല. അങ്ങനത്തെ അത് നമ്മുടെ ചിലപ്പോൾ ഈ കേൾക്കുന്നവരെല്ലാം കുട്ടിക്കാലത്ത് അവരുടെ ഓർമ്മകളും